സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേത് 19ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പഠിക്കാത്തവർ അത് കാണുക. മുഴുവൻ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഹരിയാന, രാജസ്ഥാൻ എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹരിയാന. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി മൗണ്ട് കേറ്റു ആണ്. മൗണ്ട് കേറ്റു ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് അറിയപ്പെടുന്നത്. ഗംഗയുടെ പോഷക നദി. ഗംഗയുടെ പോഷക നദി തന്നിരിക്കുന്ന ഓപ്ഷൻസ് മാനസ്, ജലം, സത്ലജ്, കോസി എന്നിവയാണ്. ഇതില് ഗംഗയുടെ പോഷക നദി ഏതാണ്? കോസി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കോസി. താഴെ പറയുന്നതിൽ മാംഗനീസിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. മാംഗനീസിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷയാണ് മാംഗനീസിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം 1998 ആണ്. 1998. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം. ഒറീസയിലെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മംഗലാപുരം, കട്ല, വിശാഖപട്ടണം, പാരാദ്വീപ് എന്നിവയാണ്. ഒറീസയിലെ ഒരു പ്രധാന തുറമുഖമാണ് ഓപ്ഷൻ ഡി, പാരാദ്വീപ്. കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? കാപ്പി കൃഷിയിൽ ഇന്ത്യക്ക് ലോകത്ത് 6ാം സ്ഥാനമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, 6. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് മുംബൈയിലാണ്. മുംബൈ. ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിൽ ആണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതം. 2016 ഡിസംബറിൽ തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ്. വർധ. ഓപ്ഷൻ ഡി, വർധ. റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം. റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, PV സിന്ധു. ബ്രിക്സ് ഉച്ചകോടി 2016 ഒക്ടോബറിൽ സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? പനാജിയാണ്. പനാജി. 2023 ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. ഫെബ്രുവരി 15 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം. ഓപ്ഷൻ സി ആണ് 104. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം. ഇപ്പൊ 2017 ഇത് പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യചിഹ്നം ചീറ്റപ്പുലിയാണ്. ഇപ്പൊ 2023 നടന്ന അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ലൈറ്റ് ഹോൺ റൈനോസേഴ്സ് ആണ്. ബക്കൂയ എന്ന പേരുള്ള റൈറ്റ് ഹോൺ റൈനോസേഴ്സ്, കാണ്ടാമൃഗം. കേരളത്തിലെ ആദ്യത്തെ പേയ്മെന്റ് ജില്ല. കേരളത്തിലെ ആദ്യത്തെ പേയ്മെന്റ് ജില്ല ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറം.
കസ്തൂരി രംഗൻ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? പരിസ്ഥിതിയാണ്. കസ്തൂരി രംഗൻ കമ്മീഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത്? പരിസ്ഥിതി. GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. GSTയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായിട്ടുള്ള ജോഡി. ഓപ്ഷൻ സി ആണ് ഉത്തരം. സാധന സേവന നികുതി. സാധന സേവന നികുതി. പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയലാണ്. പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള ആക്രമം തടയൽ. ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് 2016 നവംബർ മാസം 8-ാം തീയതിയാണ്. 2016 നവംബർ 8. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബീഗം ഹസ്രത്ത് മഹൽ. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ബംഗാൾ. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം ഏതാണ്? വന്ദേ മാതരമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വന്ദേ മാതരം. ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രം ഏതാണ്? ഓപ്ഷൻ ഡി വന്ദേ മാതരം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്നത് 1918 ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം 1918. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. ലാഹോർ സമ്മേളനം. താഴെ പറയുന്നതിൽ പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം ഏത്? തന്നിരിക്കുന്നത് യാനം, മാഹി, ദാമൻ, പോണ്ടിച്ചേരി എന്നിവയാണ് പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ദാമൻ. ഓപ്ഷൻ സി ദാമൻ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഫസൽ അലി. VP മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? VP മേനോൻ പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നാട്ടുരാജ്യ സംയോജനമാണ്. സംയോജനം. VP മേനോൻ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നാട്ടുരാജ്യ സംയോജനം. രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ. രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയതാരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ്? ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോറാണ്. അബനീന്ദ്രനാഥ് ടാഗോറാണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്?
ആദ്യത്തെ ഇന്ത്യൻ പതാകയിൽ എത്ര താമരകളാണ് ഉണ്ടായിരുന്നത്? 8 താമരകളാണ് ഉണ്ടായിരുന്നത്. ഈ 8 താമരകൾ സൂചിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം. ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ചത് 1947 1947 ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ചത്. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം. ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നവംബർ 11. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം നവംബർ 11. താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത്? താഴെ പറയുന്നതിൽ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചതാര്? സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല കോട്ടയമാണ്. കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി ഏതാണ്? തന്നിരിക്കുന്നത് മരുപ്രദേശം, തീരപ്രദേശം, ഇടനാട്, മലനാട്. കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലാത്തത് മരുപ്രദേശമാണ്. മരുപ്രദേശം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട്. ഓപ്ഷൻ ഡി വയനാട്. പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏത്? പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം വാഗമണ്ണാണ്. വാഗമൺ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഴിമലയാണ്. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ ആണ്. ഷൊർണൂർ. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിയാണ്. കളരി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽ പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽ പെടുന്നു? സംയുക്ത മേഖലയാണ്. സംയുക്ത മേഖല. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏതാണ്? കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു മോണസൈറ്റ് ആണ്. മോണസൈറ്റ് ആണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു. മോണസൈറ്റ്. കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആര്? കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. അടുത്ത ചോദ്യം. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം അങ്ങനെ കേരളത്തെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ജാതി സമ്പ്രദായമാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ.
VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം യോഗക്ഷേമ സഭയാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാട്. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം. മലയാളി മെമ്മോറിയൽ നടന്നത് 1891 1891. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സോദരദേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണ് ഇത്. എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. കുഞ്ഞൻ പിള്ള എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ചത് വില്യം ലോഗൻ കമ്മീഷനാണ്. വില്യം ലോഗൻ കമ്മീഷൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറാണ്. മലബാർ. അടുത്ത 20 ചോദ്യങ്ങൾ വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണനം. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര? വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ്. പവറിന്റെ യൂണിറ്റ് ഏത്? പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡ്. ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏത്? ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? ചാലനമാണ്. ചാലനം. പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏത്? പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ബ്യൂട്ടേൻ. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഗാമ കിരണം. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായിട്ട് നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? വന്ദന ശിവയാണ്. പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായിട്ട് നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തകരാണ് വന്ദന ശിവ. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്? എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശത്തെ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗം ഏത്? വൈറസ് രോഗം ചിക്കൻ പോക്സ്. ക്യൂനികൾച്ചർ ഏത് ജീവികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? ക്യൂനികൾച്ചർ എന്നത് മുയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്യൂനികൾച്ചർ. ശാസ്ത്രീയമായ മുയൽ വളർത്തലാണ് ക്യൂനികൾച്ചർ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. തട്ടേക്കാട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ പെട്ടത് ഏത്? നാണ്യവിളകളിൽ പെട്ടത് ഏത്? പരുത്തിയാണ്. പരുത്തി. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. തൈമോസിൻ.
കേരളം 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആർദ്രം. കേരളം 60ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം. ഇനി നമ്മൾ നോക്കുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 61ാമത്തെ ചോദ്യം 225, 196 ഡാഷ് 144, 121 വിട്ട സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 169. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. വൃത്തം, ചതുരം, സിലിണ്ടർ, ഗോളം. ഇതിലേതാണ് വ്യത്യാസം വരുന്നത്? ചതുരമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചതുരം. കോഡ് ഉപയോഗിച്ച് വാച്ച് എന്ന വാക്കിനെ YCVEJ എന്ന് എഴുതാമെങ്കിൽ ക്ലോക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ ബി ENQEM. ഒരു വരിയിൽ രാമു മുന്നിൽ നിന്ന് 18ാമനാണ്, പിന്നിൽ നിന്ന് 16ാമനുമാണ് എങ്കിൽ വരിയിൽ എത്ര പേർ ഉണ്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 33. 5,48,497 എന്ന സംഖ്യയിൽ 8ന്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1000. ഒരു അച്ഛൻ്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 52 ആണ്. 10 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ തുക എത്രയായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, 32. ഒരു മാസം 1-ാം തീയതി ബുധനാഴ്ചയാണ് എങ്കിൽ ആ മാസം 24-ാം തീയതി ഏതാഴ്ചയാണ്? വെള്ളി. 18/24 സമം ക്വസ്റ്റ്യൻ മാർക്ക് ഡിവൈഡഡ് ബൈ 4. ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്തെ അക്കം എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 3. പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 15 + 9 - 3 ഇൻറ്റു 2/4 വില എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം, 43. 1, 2, 4, 8, 16 ഈ ശ്രേണിയിലെ 10ാം സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 512. മനു ഒരു പേന 225 രൂപയ്ക്ക് വാങ്ങി അത് മധുവിന് 125 രൂപയ്ക്ക് വിറ്റു എങ്കിൽ മനുവിന് കിട്ടുന്നത് ലാഭമോ നഷ്ടമോ എത്ര രൂപ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നഷ്ടമാണ്, 100 രൂപ. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? ഓപ്ഷൻ സി ആണ്, 10.5. 5.5 ലക്ഷത്തിന്റെ പകുതി എന്ത്? ഓപ്ഷൻ സി 2.25 ലക്ഷം. 12, 15, 18 എന്നീ സംഖ്യകളുടെ ലാസാഗു എത്ര? ഓപ്ഷൻ സി 180. 8നെ 1/4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 32. 0.27നെ 1-ൽ നിന്ന് കുറച്ചാൽ ഉത്തരം എത്ര? 0.73. 77ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 6. ഒരു കാർ 40 km/മണിക്കൂർ വേഗത്തിൽ 15 മിനിറ്റ് സഞ്ചരിക്കുന്നുവെങ്കിൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചു? ഓപ്ഷൻ ബി 10 കിലോമീറ്റർ. ഒരു കുട്ടി ഒരു സംഖ്യ 10 കൊണ്ട് ഹരിക്കേണ്ടതിനു പകരം 10 കൊണ്ട് ഗുണിച്ചുപോയി. അപ്പോൾ കിട്ടിയ ഉത്തരം 400 ആണ്. എന്നാൽ കുട്ടിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഉത്തരം എത്ര? ഓപ്ഷൻ എ 4. അവസാനത്തെ ചോദ്യം. ഒരു സഞ്ചിയിൽ 13 × 7/25 കിലോഗ്രാം അരിയും 8 × 4/25 കിലോഗ്രാം ഗോതമ്പും 3 × 6/25 കിലോഗ്രാം പഞ്ചസാരയുമുണ്ട്. ഇതിൽ നിന്നും 3 × 4/25 കിലോഗ്രാം അരിയും 2 × 1/25 കിലോഗ്രാം ഗോതമ്പും 6/25 കിലോഗ്രാം പഞ്ചസാരയും എടുത്താൽ ശേഷിക്കുന്നവയുടെ ആകെ ഭാരം എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 13 × 6/25. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.